आदिपराशक्ति माता की जय। वैष्णी विष्णु चैतन्ये विष्णु शक्ति स्वरूपिणी ऐश्वर्यं देहि मे देवी नारायणी नमोस्तुते। देवी शरणम अम्मे। സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ ഈ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. സപ്തമസ്കന്ധത്തിലെ 19ാമത്തെ അധ്യായമാണ് അവലോകനം ചെയ്തുകൊണ്ടുവരുന്നത്. വേഷം മാറി വന്ന ബ്രാഹ്മണ വേഷത്തിൽ വന്ന വിശ്വാമിത്രൻ ഹരിശ്ചന്ദ്രനെ പരീക്ഷിക്കാനായിക്കൊണ്ട് ഹരിശ്ചന്ദ്രനോട് തരാമെന്ന് പറഞ്ഞ ദാനം ചോദിക്കുകയാണ്. രാജ്യം ദേഹി മഹാരാജ വരായ സപരിച്ഛദം ഗജാശ്വ രഥരത്നാഢ്യം വേദി മധ്യേതി പാവനേ. സർവസ്വവും അപഹരിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വിശ്വാമിത്രൻ പറയുകയാണ്, രാജാവെ, സകല ചിഹ്നങ്ങളുടെ രാജ്യം ഈ വരന് കൊടുക്കണം. അത്യന്തം പാവനമായ ഈ അഗ്നിഹോത്രശാലയിൽ വെച്ച് തന്നെ ഗജം, അശ്വം, രഥം, രത്നം എന്നിവയോടുകൂടി അങ്ങയുടെ അധീനത്തിലുള്ള രാജ്യം മുഴുവൻ ഇവന് ദാനമായിട്ട് നൽകിയാലും എന്നാണ് പറയണത്. അങ്ങനെ വിശ്വാമിത്രൻ പറഞ്ഞത് കേട്ട് ആ വിശ്വാമിത്രൻ്റെ മോഹമായയിൽ പെട്ട ഹരിശ്ചന്ദ്രൻ തരാമെന്ന് സത്യം ആലോചിക്കാതെ കണ്ട്, വിചാരിക്കാതെ കണ്ട്, ചിന്ത ചെയ്യാതെ കണ്ട് സത്യമായിട്ട് പറഞ്ഞു. സ്വീകരിച്ചിരിക്കണോ എന്ന് അത് നിഷ്ഠൂരനായിട്ടുള്ള വിശ്വാമിത്രനും അദ്ദേഹത്തോട് പറഞ്ഞു. മഹാബുദ്ധിമാനായിട്ടുള്ള രാജാവെ, ദാനത്തിന് യോജിച്ച ദക്ഷിണ നൽകിയാലും ദക്ഷിണ കൂടാത്ത ദാനം നിഷ്ഫലമാണ് എന്ന് ആണ് മനു പറഞ്ഞിരിക്കുന്നത്, മനുവചനം. അതുകൊണ്ട് ദാനഫലം ലഭിക്കുന്നതിന് വേണ്ടി അങ്ങ് പറഞ്ഞ പ്രകാരമുള്ള ദക്ഷിണ നൽകുക. ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോഴാ അതീവ വിസ്മയം ഉണ്ട്. അദ്ദേഹത്തോട് പറഞ്ഞു, ബ്രാഹ്മണ, ഞാനിപ്പോൾ എത്ര ധനം അങ്ങക്ക് നൽകണം? ദക്ഷിണയ്ക്ക് എത്ര ധനമാണ് വേണ്ടതെന്ന് അങ്ങ് പറയുന്ന പക്ഷം ദാനപൂർത്തിക്കായിട്ട് ഞാൻ അതും നൽകാം. വിശ്വാമിത്രൻ അത് കേട്ട് രാജാവിനോട് പറയുകയാണ്, ഹരിശ്ചന്ദ്രനോട് 2.5 ഭാരം സ്വർണം ദക്ഷിണയായി നൽകണം. അതും ഹരിശ്ചന്ദ്രൻ നൽകാമെന്ന് പ്രതിജ്ഞ ചെയ്തു. അപ്പോഴേക്കും രാജാവിനെ അന്വേഷിച്ച് നടന്ന സൈനികരെ അവിടെ എത്തിച്ചേർന്നു. ചിന്താഗ്രസ്തനായിരിക്കുന്ന രാജാവിനെ കണ്ട അവരെ ആദ്യം രാജാവിനെ സ്തുതിച്ചു, വാഴ്ത്തി. അവർ പറയുന്നത് കേട്ട് രാജാവ് അവരുടെ പ്രവൃത്തിയെക്കുറിച്ച് ഒരഭിപ്രായവും പറഞ്ഞില്ല. താൻ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് അന്തഃപുരത്തിലേക്ക് പോയി. എല്ലാം ദാനമായി സമർപ്പിച്ച ഞാൻ എന്താണ് ചെയ്തത്? ആ ബ്രാഹ്മണൻ കാട്ടുകൊള്ളക്കാരനെ പോലെ ചതിക്കുകയായിരുന്നു. സമൃദ്ധമായ രാജ്യം ഞാൻ ദാനമായി നൽകി. ഇനി ദക്ഷിണയ്ക്കായി 2 ഭാരം സ്വർണം കൂടി വേണം. എൻ്റെ ബുദ്ധി ഭ്രമിച്ചുപോയി. എന്തു ചെയ്യും ഞാൻ? ഈ ബ്രാഹ്മണൻ ചെയ്ത കാപട്യം എനിക്കറിയാൻ കഴിഞ്ഞില്ല. ആ ബ്രാഹ്മണൻ എന്നെ വഞ്ചിച്ചു. ഈശ്വരനിശ്ചയം എന്തോ എനിക്കറിഞ്ഞുകൂടാ. വിധി എന്തായിത്തീരും എന്നെനിക്കറിയില്ല. അങ്ങനെ ചിന്തിച്ച് അത്യന്തം ദുഃഖിതനായിട്ട് കൊട്ടാരത്തിലേക്ക് എത്തി. ഭർത്താവ് ദുഃഖിതനാണ് എന്ന് കണ്ട രാജ്ഞി അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചു.
വിഷമത്തിന് മനോവിഷമത്തിന് കാരണം എന്തു പറ്റി, എന്താ അങ്ങ് ചിന്തിക്കുന്നത്? പുത്രൻ വനത്തിൽ പോയപ്പോൾ ചിന്തയിലാണ്ടിരുന്നു അദ്ദേഹം. പക്ഷേ ആ പുത്രൻ ഇപ്പോൾ തിരിച്ചെത്തി. അത് കഴിഞ്ഞ് വരുണൻ അനുഗ്രഹിച്ചു, രോഗമെല്ലാം മാറി, രാജസൂയം നടത്തിക്കഴിഞ്ഞു. ഇനി എന്തിനാ ദുഃഖിക്കണത്? എന്താണ് അങ്ങയുടെ മുഖത്തുള്ള ഈ ദുഃഖത്തിന് കാരണം? ബലവാനായിട്ടുള്ള അല്ലെങ്കിൽ ദുർബലനായിട്ടുള്ള ഒരു ശത്രുവും അങ്ങേക്കില്ല താനും. ചിന്ത ആത്മാവിനെ തളർത്തും. അങ്ങ് അറിവുള്ളവനാണല്ലോ, അതുകൊണ്ട് ചിന്ത വിടിഞ്ഞ് സുഖമായിരിക്കണം എന്നൊക്കെ പറഞ്ഞു. എന്തായാലും പത്നി പ്രീതിപൂർവം പറഞ്ഞ വാക്ക് കേട്ട രാജാവ് ചിന്തയുടെ കാരണം എന്താണെന്നും അതിൻ്റെ ശുഭാശുഭങ്ങൾ എന്താണെന്നും അവളോട് പറഞ്ഞു. വളരെ കൂടുതൽ ചിന്താകുലനായതിനാൽ രാജാവ് ഭക്ഷണം കഴിച്ചില്ല. മെത്തയിൽ കിടന്നിട്ടും അദ്ദേഹത്തിന് ഉറക്കം വന്നില്ല. പ്രഭാതത്തിൽ ചിന്താകുലനായി എഴുന്നേറ്റ് സന്ധ്യാവന്തനാദി കർമ്മങ്ങൾ ഒരുവിധം കഴിഞ്ഞപ്പോഴേക്കും വിശ്വാമിത്രൻ അവിടെ എത്തിച്ചേർന്നിരിക്കണു. വിശ്വാമിത്രൻ എത്തിയെന്ന വാക്കുകൾ ദൂതന്മാർ വന്ന് രാജാവിനോട് പറഞ്ഞു. സർവസ്വവും അപഹരിച്ച വിശ്വാമിത്ര മഹർഷി വന്നിട്ട് വീണ്ടും വീണ്ടും പ്രണമിച്ചു കൊണ്ട് നിൽക്കുന്ന രാജാവിനോട് പറഞ്ഞു, പ്രതിജ്ഞ ചെയ്തതനുസരിച്ച് സ്വന്തം രാജ്യം എനിക്ക് തരിക, സ്വർണം എടുത്തോളൂ ദക്ഷിണയ്ക്ക്, അങ്ങനെ അങ്ങ് സത്യം പാലിച്ചാലും എന്നാണ് പറയണത്. പറഞ്ഞപ്പോഴാണ് ഹരിചന്ദ്രൻ പറയണു, സ്വാമിൻ, രാജ്യം ഞാൻ അങ്ങയ്ക്ക് നൽകിക്കഴിഞ്ഞല്ലോ, ഇനി ഇത് ഉപേക്ഷിച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോയിക്കൊള്ളാം, അങ്ങ് വിചാരപ്പെടണ്ട. എൻ്റെ സർവസ്വവും അങ്ങ് വിധി പോലെ കൈവശമാക്കി. സ്വർണം ദക്ഷിണ നൽകാൻ ഇന്നിപ്പോൾ ഞാൻ ശക്തനല്ല. പ്രതിജ്ഞ അനുസരിച്ച് രാജ്യം ഞാൻ അങ്ങയ്ക്ക് നൽകാം. കാലം അനുകൂലമായി ധനം കൈവശം വരുമ്പോൾ ദക്ഷിണയും ഞാൻ അങ്ങയ്ക്ക് സമർപ്പിക്കാം. ഇപ്രകാരം വിശ്വാമിത്രനോട് പറഞ്ഞിട്ട് രാജാവ് ഭാര്യയോടും പുത്രനോടും പറഞ്ഞു, അഗ്നിഹോത്രശാലയിൽ വെച്ച് വിസ്തൃതമായിട്ടുള്ള ഈ രാജ്യം ഞാൻ മുനിക്ക് ദാനം ചെയ്തതാണ്. ആന, കുതിര, തേര, രത്നം, സ്വർണം എന്നിവയൊക്കെ സർവസ്വവും ഞാൻ ദാനം ചെയ്തു. ഇനി ഇതാ നമ്മൾ 3 പേര് മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് അയോധ്യ വിട്ട് ഞാൻ ഏതെങ്കിലും വനഗുഹയിൽ പോകുകയാണ്. സർവൈശ്വര്യ സമ്പൂർണമായ രാജ്യം മുനി എടുത്തോട്ടെ എന്ന് ഭാര്യയോടും പുത്രനോടും പറഞ്ഞിട്ട് ധർമാത്മാവായിട്ടുള്ള ഹരിചന്ദ്രൻ ആ ബ്രാഹ്മണനെ മാനിച്ചുകൊണ്ട് സ്വഭവനത്തിൽ നിന്ന് പുറപ്പെട്ട രാജാവിനെ കണ്ട ഭാര്യയും പുത്രനും ചിന്താകുലരായി അദ്ദേഹത്തിൻ്റെ പിന്നാലെ ചെന്നു. അവരെ കണ്ട് നഗരത്തിലെങ്ങും ആഹാധീനരോധനം ഉയർന്നു. സാകേതപുരം അയോധ്യയുടെ മറ്റൊരു പേരാണ്. ആ സാകേതപുരത്തിലുള്ള സകല പ്രാണികളും വാവിട്ട് കരഞ്ഞു എന്നാണ് പറയണത്. അങ്ങ് ഇപ്രകാരം സംഭവിക്കുമാറ് എന്ത് കർമ്മമാണ് ചെയ്തത്? അങ്ങക്ക് ഈ ദുഃഖം എങ്ങനെയാണ് വന്നത്? എങ്ങനെയാണ് അങ്ങ് വഞ്ചിക്കപ്പെട്ടത്? ഭാര്യയോടും മഹാത്മാവായ പുത്രനോടും കൂടി ഇപ്രകാരം ദുഃഖിതരായി കണ്ടിട്ട് സകല ജാതിയിൽപ്പെട്ട ജനങ്ങളും ദുഃഖത്തിലാണ്ടു. ദുരാഗ്രഹിയായിട്ടുള്ള ആ ബ്രാഹ്മണനെ പുരവാസികളെല്ലാം നിന്ദിച്ചു. വിശ്വാമിത്രൻ അപ്പോൾ ആ നഗരത്തിൽ നിന്ന് ഇറങ്ങി യാത്രയായ രാജാവിനെ സമീപിച്ച് നിഷ്ഠൂരമായിട്ട് പറഞ്ഞു, ദക്ഷിണയ്ക്കുള്ള സുവർണം കൂടി തന്നിട്ട് പോയിക്കൊള്ളൂ. അഥവാ ഞാൻ തരില്ല എന്ന് പറഞ്ഞാലും മതി, സ്വർണം ഞാൻ വേണ്ടെന്ന് വെച്ചേക്കാം. അത്യധികം ലോഭമുണ്ടെങ്കിൽ രാജ്യവും സകലതും എടുത്തുകൊള്ളൂ. ദാനം ചെയ്തു എന്ന് അങ്ങ് വിചാരിക്കുന്നു എങ്കിൽ പ്രതിജ്ഞ ചെയ്തതെല്ലാം തരണം എന്ന് വീണ്ടും ഹരിചന്ദ്രനെ പ്രലോഭിപ്പിച്ചു. ഇത്തരത്തിലുള്ള വിശ്വാമിത്രൻ്റെ വാക്കുകളെ കേട്ട് കൈകൂപ്പിക്കൊണ്ട ഹരിചന്ദ്രൻ
പറയുന്ന ഭാഗങ്ങളെയാണ് ഇനി അടുത്ത 20-ാമത്തെ അധ്യായത്തിൽ വ്യാസൻ വർണ്ണിച്ചു കൊണ്ടുപോകുന്നത്. ഇതോടുകൂടി 19-ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കണു. ബാക്കി ഭാഗങ്ങളെ നാളെ നമുക്ക് അവലോകനം ചെയ്തു കൊണ്ടുപോകാം. ദേവീ ശരണം അമ്മേ.